ഇഡി ഉദ്യോഗസ്ഥനെതിരായ കൈക്കൂലി കേസിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ചോദ്യം ചെയ്യലിന് ഹാജരായി. കൊച്ചി വിജിലൻസ് ഓഫീസിലാണ് രണ്ടാം ദിവസവും ചോദ്യം ചെയ്യലിന് ഹാജരായത്. ഇവരുമായി ജിജീഷ് കരുണാകരൻ തുടരുകയാണ്. ജിജീഷ്, തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ. നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു ഈ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. കാരണം ഇ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെതിരെ കൃത്യമായ തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല, വിജിലൻസിന് കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്ന് നേരിട്ട് ഒന്നാം പ്രതിയാക്കിയിരുന്നു എങ്കിൽ പോലും ചോദ്യം ചെയ്യുന്ന നടപടികൾ നീളുകയായിരുന്നു. ഇതിനിടയിലാണ് ശേഖർ കുമാർ സുപ്രീം കോടതിയെ മുൻകൂർ ജാമ്യ ഹർജിയുമായി സമീപിക്കുന്നത്. ആ മുൻകൂർ ജാമ്യ ഹർജി അനുവദിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കിയത് ഈ അന്വേഷണവുമായി ശേഖർ കുമാർ ഇതുമായി സഹകരിക്കുകയാണ് വേണ്ടത്. എന്നാൽ അതോടൊപ്പം തന്നെ അന്വേഷണം വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വിജിലൻസിന് നിർദ്ദേശം നൽകി. ഈ ഒരു ഘട്ടത്തിലായിരുന്നു ഇന്നലെ ആദ്യം ശേഖർ കുമാറിനെ ചോദ്യം ചെയ്തത്. എന്നാൽ ഈ ചോദ്യം ചെയ്യലിലും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഏതെങ്കിലും തരത്തിൽ കൈക്കൂലി കേസുമായി തനിക്ക് ബന്ധമുണ്ട് എന്നോ അതിന്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ച ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നോ എന്ന കാര്യം ശേഖർ കുമാർ സമ്മതിച്ചിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരിക്കൽ കൂടി അന്വേഷണ സംഘം ഇന്നും ശേഖർ കുമാറിനെ സമൻസ് നൽകി വിളിപ്പിച്ചതും കൊച്ചി വിജിലൻസ് ഓഫീസിൽ ശേഖർ കുമാറിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്യുന്നത്. കാരണം ഡിജിറ്റൽ തെളിവുകളുടെ അടക്കം പരിശോധനകൾ പൂർത്തിയാക്കിയെന്നും ഡിജിറ്റൽ തെളിവുകൾ ശേഖർ കുമാറിന് എതിരെ ഉണ്ട് എന്നും ചില ആപ്പുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്, ചില പ്രത്യേക ആപ്പുകൾ, രഹസ്യ ആപ്പുകൾ ഉപയോഗിച്ചാണ് ശേഖർ കുമാർ ഇഡിയുടെ ഏജന്റുമാർ എന്ന് പറഞ്ഞു വന്ന ആളുകളുമായി ആശയവിനിമയം നടത്തിയതെന്നും അങ്ങനെയാണ് കശുവണ്ടി വ്യവസായിയായ അനീഷ് ബാബുവിൽ നിന്ന് കൈക്കൂലി, അത് ശേഖർ കുമാർ ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് ഇഡിയുടെ ഏജന്റ് ചമഞ്ഞുകൊണ്ട് വിൽസൺ എന്ന തമനം സ്വദേശി പണം ആവശ്യപ്പെട്ടത്, അനീഷ് ബാബു എന്ന വ്യവസായിയോട് പണം ആവശ്യപ്പെട്ടത് എന്നും ആ പണം വാങ്ങുമ്പോഴാണ് ഉദ്യോഗസ്ഥൻ ഈ വിൽസൺ പിടിയിലായത് എന്ന കാര്യമായിരുന്നു പ്രധാനമായും ആരോപണമായി ഉയർത്തിക്കൊണ്ട് വന്നിരുന്നത്. ഇതിൽ അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ശേഖർ കുമാറിനെതിരെ ഒരു ഘട്ടത്തിലും തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് തന്നെയായിരുന്നു ഈ അന്വേഷണത്തിലെ ഏറ്റവും വലിയ പാളിച്ച എന്ന് പറയുന്നത്. തുടർന്നായിരുന്നു വിജിലൻസ് വ്യക്തമാക്കിയത് തങ്ങൾ 2 ലക്ഷത്തോളം ഫയലുകൾ പരിശോധിക്കുകയാണ്, വിവിധ ഡിജിറ്റൽ തെളിവുകളിലെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനകൾ നടത്തുന്നു. അത്തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകളിലെ 2 ലക്ഷത്തോളം ഫയലുകൾ പൂർത്തിയാക്കാനുണ്ട്. അതുകൂടി കഴിയുന്നതോടുകൂടി മാത്രമായിരിക്കും ശേഖർ കുമാറിനെതിരായ കൃത്യമായ തെളിവുകൾ തങ്ങൾക്ക് ലഭിക്കുക എന്ന കാര്യമായിരുന്നു വിജിലൻസ് ചൂണ്ടിക്കാണിച്ചത്. എങ്കിൽ ഇപ്പോഴും ആ ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധന തുടരുന്നു എന്നത് മാത്രമാണ് വിജിലൻസിന്റെ മറുപടി. അതേ ഘട്ടത്തിലാണ് രണ്ടാം ദിവസവും ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത്. ശേഖർ കുമാർ ആവർത്തിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നും ഇഡിക്കെതിരായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് വിജിലൻസിന്റെ പ്രവർത്തനങ്ങൾ എന്ന ഒരു ആരോപണമാണ് മറുഭാഗത്ത് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ വിജിലൻസിന്റെ ആഭ്യന്തര അന്വേഷണ വിഭാഗവും ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. സാധാരണ നിലയിൽ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ അത്തരം പശ്ചാത്തലങ്ങളിലെല്ലാം തന്നെ ഇഡി ഒരു ആഭ്യന്തര അന്വേഷണം നടത്താറുണ്ട്. ആ ആഭ്യന്തര അന്വേഷണത്തിന്റെ തുടക്കത്തിലും ആഭ്യന്തര അന്വേഷണ വിഭാഗവും വ്യക്തമാക്കിയത് ഈ ആരോപണങ്ങൾ കഴമ്പില്ലാത്തതാണ്, ഈ വിജിലൻസിന് ലഭിച്ച പരാതികൾ കഴമ്പില്ലാത്തതാണ് എന്ന് തന്നെയായിരുന്നു.